അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമുക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട്. ആ അപ്പൻ തന്റെ ഏകജാതനെ ഒരു മകനേ ഉള്ളൂ. ആ മകനെ തരാൻ മാത്രം അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു. ഈ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രിസ്തുമസ് നമ്മുടെ മുൻപിൽ വന്ന് പിറക്കുക. ഈശോ പിറന്നതിന്റെ ആഗമന ഉദ്ദേശം നമ്മളെല്ലാവരും ഈശോയെ അറിയണം, ഈശോയെ സ്നേഹിക്കണം, ഈശോയിൽ വിശ്വസിക്കണം. ഈ ആഗമനം ഏറ്റവും ആദ്യമായിട്ട് അറിഞ്ഞത് നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങളില് ആ ദേശത്തെ വയലുകളിൽ ആടുകളെ കാത്ത് രാത്രി ഉറക്കളിച്ചിരുന്ന കുറെ പാവപ്പെട്ട ആട്ടിടയന്മാരുണ്ടായിരുന്നു. ആ ആട്ടിടയന്മാര് അവരുടെ മുൻപിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അവരുടെ മുൻപില് കർത്താവിന്റെ മഹത്വം ഉദിച്ചു എന്ന് പറയാം. അവര് ഭയപ്പെട്ടു. അപ്പോൾ ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവായ ക്രിസ്തു ഇന്ന് പിറന്നിരിക്കുന്നു. ഈ ക്രിസ്തു പിറന്നിരിക്കുന്നത് പാവപ്പെട്ടവന് വേണ്ടിയിട്ടാ, ദുരിതം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാ, ദുഃഖം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാ, രോഗിയായിരിക്കുന്നതിന് വേണ്ടിയിട്ടാ, ദാരിദ്ര്യത്തിലായിരിക്കുന്നതിന് വേണ്ടിയിട്ടാ, കടബാധ്യതയിൽ അകപ്പെട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാ ക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാം, ഈശോയെ നമുക്ക് സ്നേഹിക്കാം. തീത്തോസിന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം തിരുവചനം പറയുന്നുണ്ട്, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഒരു കൃപയാണ് ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. കൃപയാ. ഈ കൃപയുള്ളവനെ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ കൃപയുള്ളവരായിട്ട് മാറണം. അതിനു വേണ്ടിയിട്ടാ നമ്മൾ ഈ 25 ദിവസം ഇങ്ങനെ നോമ്പ് നോറ്റ് നമ്മളിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഈശോയ്ക്ക് യോഗ്യമായ ഒരു ഹൃദയം നമുക്ക് വേണ്ടി ഈശോയ്ക്ക്